ശേഷം ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്. സാധാരണ ചെയ്യുന്ന ഒരു നടപടിക്രമമുണ്ട്. അത് അദ്ദേഹം കൂടെ മുൻകൈയെടുത്ത് അത് വേണ്ട രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യും. എന്തായാലും കാര്യങ്ങൾ സംഭവിച്ചു, മേൽ സംഭവിക്കാതിരിക്കണം. വളരെ സാമൂഹികപരമായും സാമ്പത്തികപരമായും ഒക്കെ തന്നെ വളരെ പിന്നോക്കമുള്ള ഫാമിലിയാണ്. നമുക്ക് ആർക്കും പൊറുക്കുവാൻ കഴിയാത്ത നിലയിലുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അന്ന് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇവിടെ DU ആയിരുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് നോക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പം ഗവൺമെൻറ് കുട്ടിയോടൊപ്പമാണ്, നമ്മുടെ മകനോടൊപ്പമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ നടത്താൻ തയ്യാറാകാത്ത എല്ലാവരുടെ പേരിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയും മേലിൽ കേരളത്തിൽ വേറെ ആരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ലിജോ, അല്പസമയം മുമ്പ് ഈ സ്കൂളിൽ എത്തി മന്ത്രിമാർ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുമുണ്ടായിരുന്നു. എന്താണ് മന്ത്രിമാർ പറയുന്നത്? ഈ വൈദ്യുതി ലൈൻ, ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറയുന്നുണ്ടോ? ഇത് ഉടൻ മാറ്റുമെന്ന് അറിയിക്കുന്നുണ്ടല്ലോ. നടപടികളിലേക്ക് കടന്നോ? അമൃത, വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി, ധനകാര്യമന്ത്രി KN ബാലഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഇവിടേക്ക് പരിശോധനയ്ക്കായി എത്തിയത്. മന്ത്രി കുട്ടിയുടെ വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു തേവലക്കര സ്കൂളിലേക്ക് കയറിയത്. സ്കൂളിലേക്ക് കയറി മന്ത്രി നേരെ പോയത് ആ അപകടം നടന്ന ആ സ്ഥലം കാണുന്നതിന് വേണ്ടിയിട്ട് ആ ഗ്രൗണ്ടിലേക്ക് പോവുകയും അവിടെ നിന്നും ആ വൈദ്യുതി കമ്പിയും ഒപ്പം തന്നെ ആ ഷീറ്റിട്ട കെട്ടിടം ഉൾപ്പെടെയുള്ളവ, അതായത് ആ സൈക്കിൾ ഷെഡ് ഉൾപ്പെടെയുള്ളവ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും കൃത്യമായി അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മന്ത്രിക്ക് ഒപ്പം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം കൃത്യമായിട്ട് ആ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമായിരുന്നു എത്തിയത്. അതിനുശേഷം മന്ത്രി ആ അപകടം നടന്ന ഒരു ക്ലാസ് മുറിയുണ്ട്, അതായത് 8B എന്ന് പറയുന്ന ക്ലാസ് മുറിക്കുള്ളിലൂടെയായിരുന്നു മിഥുൻ ആ ഷീറ്റിന് മുകളിലേക്ക് കയറിയത്. അവിടെയും വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുകയും പോയൊരു കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി പറയുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. കൃത്യമായി തന്നെ, അതായത് 3 തലത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഥമ അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം മാനേജ്മെന്റിന് നൽകിയിരിക്കുന്നത്. വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും കാത്തിരിക്കുകയാണ്. സർക്കാർ എന്ത് തന്നെയായാലും കുട്ടിക്കൊപ്പമാണ്. ഈ അപകടത്തിൽ മരിച്ച മിഥുന്റെ കുടുംബത്തിനും ഒപ്പമാണ് കുട്ടി എന്നുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എല്ലാ സ്കൂളുകളും, അത് 14,000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവിടെയെല്ലാം തന്നെ കൃത്യമായിട്ട് ഒരു സുരക്ഷാ ഓഡിറ്റ് ഒന്നുകൂടി നടത്താനൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. ഇതിന്റെ വിയോഗം സംബന്ധിച്ച് ഒരു വലിയ നഷ്ടമാണെന്ന് പറയുന്നു. ഇതിൽ മാനേജ്മെന്റിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഹെഡ് മിസ്റ്റേഴ്സ് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 6 തരത്തിലുള്ള കാര്യങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കുട്ടിയുടെ കുടുംബത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രാഥമിക സഹായം എന്നുള്ള നിലയ്ക്ക് ഒരു 3 ലക്ഷം രൂപ നൽകുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ഒരു വീട് നിർമ്മിച്ച് നൽകും എന്നുള്ള കാര്യമൊക്കെയും തന്നെ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ബാക്കിയെല്ലാം ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. മന്ത്രി പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്, അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് കൃത്യമായ ഒരു അലംഭാവം ഉണ്ടായിരിക്കുന്നുള്ള കാര്യം പറയുന്നു. അത് വളരെ വ്യക്തമാണ്. ലിജോ, ഈ പറഞ്ഞതുപോലെ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകാറുണ്ട്. അത് വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരൊക്കെ പരിശോധിച്ച് സുരക്ഷാ ഓഡിറ്റ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ സ്കൂളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഷീറ്റിന് മുകളിൽ ഇത്തരത്തിൽ ഈ KCB ലൈൻ കമ്പി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് അപകടവും ഉണ്ടായത്. അപ്പോൾ സുരക്ഷാ ഓഡിറ്റ് കൃത്യമായി നടന്നില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ ഓരോ അധ്യയന വർഷം നടക്കുന്നതിന് തൊട്ട് മുൻപായി തന്നെ കൃത്യമായിട്ട് പരിശോധന, അതായത് സ്കൂളിൽ ഒരു ഫിറ്റ്നസ് പരിശോധന, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. അത് തദ്ദേശ സ്വയംഭരണ ഭാഗത്തിൽ ബന്ധപ്പെടുന്ന ബിൽഡിംഗിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് സ്കൂളിലെത്തി, ഏത് കെട്ടിടമായാലും അവിടെ എത്തി നേരിട്ട് കണ്ട് പരിശോധന നടത്തി ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. മീഡിയ വൺ ഇപ്പോൾ ലഭിച്ച ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ഫസീല ബീവി നൽകിയ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്തെങ്കിലും കേടുപാടുകൾ, നേച്ചർ ഓഫ് ഡിസീസസ് ഡിഫക്ട്സ് എനി എന്ന് ചോദിക്കുന്ന ഒരു കോളമുണ്ട്. അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നിൽ എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള
പ്രശ്നങ്ങളും ഇവിടെ ഇല്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ അവർ ഓടിച്ച കെട്ടിടത്തിന്റെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. താഴേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ചോദ്യം വരുന്നുണ്ട്. എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് വ്യക്തമാക്കണമെന്ന് പറയുമ്പോൾ ഈ ടെറസ് ആ ഒരു ഓടിച്ച ആ കെട്ടിടത്തെ സംബന്ധിച്ച് മാത്രം അത് മഴക്കാലത്ത് അല്ലാത്ത സമയം ക്ലാസുകൾക്ക് ഉചിതമാണ്, അത്തരത്തിലൊരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, സുരക്ഷാ യോഗങ്ങൾ ശരി, അതായത് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് സ്കൂളിലെ PT ഉൾപ്പെടെയുള്ളവർ, മാനേജ്മെന്റ് പ്രതിനിധി ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടൊരു സുരക്ഷാ യോഗം ചേരുന്നുണ്ട്. അത് ചേർന്ന സമയത്ത് മറ്റു അതായത് അതിൽ പോലീസ് ഉണ്ടാകും, ഒപ്പം തന്നെ ഈ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ബന്ധപ്പെട്ടവരുണ്ടാകും, KSEB ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അവരോടൊക്കെ ഈ കാര്യം അറിയിച്ചിരുന്നതായി തന്നെയാണ് പറയുന്നത്. അതായത് ഈ കാര്യം മാറ്റിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്ന സമയത്ത് അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കുറച്ചൊരു സമയം കൂടെ ഈ സ്കൂൾ അധികൃതർ ചോദിച്ചു എന്നുള്ളൊരു വിശദീകരണമാണ് ഈ KSEB അധികൃതർ പറയുന്നത്. പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് അത് സമ്മതിക്കുന്നില്ല. കൃത്യമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഈ KSEBക്കാരാണ് കുറച്ച് സമയം കൂടെ ആവശ്യപ്പെട്ടതെന്നുള്ളൊരു മറുപടിയാണ് അവരും നൽകുന്നത്. എന്തെങ്കിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി ഒരു 13 വയസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ബലി നൽകേണ്ടി വന്നു ഈ കൂടുതൽ സുരക്ഷാ ഓഡിറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. അമൃത, ഈ വൈദ്യുതി ലൈൻ ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റേണ്ടതില്ലേ ലിജോ? അത് എങ്ങനെയാണ്? അതിലൊരു തീരുമാനമായോ? എപ്പോഴത്തേക്ക് ഇത് മാറ്റും? അത് വലിയ ചിലവുണ്ടാകുന്ന ഒരു കാര്യമാണോ? അത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. കാരണം ബാലാവകാശ കമ്മീഷൻ ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ഇവിടെ ചേർന്നിട്ടുണ്ടായിരുന്നു. ആ ബാലാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ അധ്യാപകർ, ജീവനക്കാർ, മാനേജ്മെന്റ് പ്രതിനിധികളോട് ചേർന്ന് ഏകദേശം 1.5 മണിക്കൂർ നീളുന്ന യോഗത്തിനൊടുവിൽ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, എത്രയും വേഗം തന്നെ ഈ വൈദ്യുതി ലൈനുകൾ മാറ്റിസ്ഥാപിക്കാനായിട്ടുള്ള ഒരു അപേക്ഷ കൊടുക്കും. സ്കൂൾ മാനേജ്മെന്റിന്റെ ചിലവിൽ തന്നെ അത് മാറ്റുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ ഈ വീഴ്ചകൾ സംബന്ധിച്ച കൃത്യമായൊരു റിപ്പോർട്ട് സർക്കാരിന് നൽകും. വീഴ്ചകൾ ആരൊക്കെ വരുത്തി എന്നുള്ളത് കൂടി കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും നൽകുക എന്നുള്ള ഒരു കാര്യമാണ് അവരും വ്യക്തമാക്കിയിരിക്കുന്നത്. പരിശോധന നടത്തിയ ഇവിടെ എത്തിയ ആളുകളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയായിരുന്നു. വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അത് ആരുടെ ഭാഗത്ത് എന്നുള്ളത് ഇപ്പോൾ ആരും തുറന്നു പറയുന്നില്ല. അതിനെല്ലാം ഇനി റിപ്പോർട്ടുകളെ കാത്തിരിക്കണം. ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് ഒരു കാര്യം സംബന്ധിച്ചിട്ടുണ്ട്, വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് വീഴ്ച വന്നതുകൊണ്ട് തന്നെയാണ് ഹെഡ് മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശം മാനേജ്മെന്റിന് കൈമാറിയിരിക്കുന്നത്. അതിന് ഇനി അന്തിമ തീരുമാനമെടുക്കുക സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കും.